കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആശാ പ്രതാപ്. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെക്കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പപ്പടമാണ്. ഇതിനാവശ്യം വേണ്ടുന്ന ചേരുവകളെക്കുറിച്ചൊന്ന് പറയാം. പച്ച ചക്കച്ചുളകൾ 500 ഗ്രാം, ചക്കക്കുരു പൊടിച്ചത് 100 ഗ്രാം, അരിപ്പൊടി 20 ഗ്രാം, ഉപ്പ് പാകത്തിന്, മുളക് പൊടി 1 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ. ഇനി ചക്കപ്പപ്പടം തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി ചക്കച്ചുളകൾ ചെറുതായി നുറുക്കി നന്നായി വേവിച്ചെടുക്കുക. പിന്നീട് അരിപ്പൊടി വെള്ളത്തിൽ കുതിർത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ച് കുറുക്കി എടുക്കണം. ചുളകൾ മിക്സിയിലടിച്ച് അതിലേക്ക് അരിക്കുറുക്കും മറ്റു ചേരുവകൾ, അതായത് ചക്കക്കുരു പൊടിച്ചതും ഉപ്പ് പാകത്തിനും മുളക് പൊടി, കായപ്പൊടി ഇവയെല്ലാം ഒന്നിച്ച് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ കൂട്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എണ്ണ പുരട്ടിയ വാഴയിലയിൽ വെച്ച് പരത്തി വെയിലിൽ ഉണക്കിയെടുക്കണം. തുടർന്ന് ആവശ്യമനുസരിച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അങ്ങനെ ചക്കപ്പപ്പടം തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കൽ കൂടി ചക്കപ്പപ്പടം തയ്യാറാക്കുന്ന വിധമൊന്ന് പറയാം. ആദ്യമായി ചക്കച്ചുളകൾ ചെറുതായി നുറുക്കി നന്നായിട്ട് വേവിച്ചെടുക്കുക. പിന്നീട് അരിപ്പൊടി വെള്ളത്തിൽ കുതിർത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ച് കുറുക്കി എടുക്കണം. അതിനുശേഷം ചുളകൾ മിക്സിയിലടിച്ച് അതിലേക്ക് അരിക്കുറുക്കും മറ്റ് ചേരുവകൾ, അതായത് ചക്കക്കുരു പൊടിച്ചതും ഉപ്പ് പാകത്തിനും മുളക് പൊടി, കായപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ കൂട്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എണ്ണ പുരട്ടിയ വാഴയിലയിൽ വെച്ച് പരത്തി വെയിലിൽ ഉണക്കിയെടുക്കണം. തുടർന്ന് ആവശ്യമനുസരിച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അങ്ങനെ ചക്കപ്പപ്പടം തയ്യാറായി കഴിഞ്ഞു. ഏവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ബോണി ജെ ബേസിൽ.